കേരളത്തിലെ രാഷ്ട്രീയ ചക്രവാളത്തിൽ പുതിയൊരു മുന്നണി മാറ്റത്തിന്റെ സൂചനകൾ അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടത് മുന്നണിയിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും ഒരു അഭ്യൂഹമല്ലെന്ന് തെളിയിക്കുന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പുതിയ നീക്കങ്ങൾ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF വിപുലീകരണ തന്ത്രങ്ങളും ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പരിപാടികളിലെ വിട്ടുനിൽക്കലും ഇതിന് ആക്കം കൂട്ടുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു. ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കളും അണിനിരന്ന ഈ സമരപന്തലിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നത് ബോധപൂർവമായ ഒരു തീരുമാനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് N ജയരാജും പങ്കെടുത്തുവെങ്കിലും പാർട്ടി അധ്യക്ഷൻ എത്താതിരുന്നത് ഇടതുമുന്നണി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല എന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഇത് കേവലം അസൗകര്യമല്ല, മറിച്ച് വ്യക്തമായൊരു രാഷ്ട്രീയ അകലം പാലിക്കലാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ഭരണമാറ്റം ലക്ഷ്യമിട്ട് UDF നടത്തുന്ന നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ ഘടകകക്ഷികളെ തിരികെ എത്തിക്കുക എന്നതാണ്. ഇതിൽ കേരള കോൺഗ്രസ് എം തിരിച്ചെത്തുന്നത് മധ്യ തിരുവിതാംകൂറിൽ UDFന് വലിയ മേൽക്കൈ നൽകുമെന്ന് VD സതീശനും സംഘവും വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ തിരിച്ചുവരവിനെ അനുകൂലിച്ചു കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ UDFന് അനുകൂലമായി കാറ്റ് വീശുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ജോസ് കെ മാണിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ട്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായങ്ങളും കർഷക സംഘടനകളുമാണ്. എന്നാൽ അടുത്ത കാലത്തായി കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള പ്രബല വിഭാഗങ്ങൾ സർക്കാരിനോട് കടുത്ത വിയോജിപ്പിലാണ്. ദീപിക പത്രം സർക്കാരിനെതിരെ നിരന്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതിന്റെ തെളിവാണ്. ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നത് UDFന് അനുകൂലമായാണെന്ന് തിരിച്ചറിയുന്ന സഭാ നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് മേൽ മുന്നണി മാറ്റത്തിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുമ്പോൾ LDFനൊപ്പം നിൽക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് സമുദായ നേതാക്കൾ ജോസ് കെ മാണിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. 2021 ഇടതു മുന്നണിക്ക് ചരിത്രപരമായ 2ാം ഊഴം ലഭിച്ചപ്പോൾ പോലും കേരള കോൺഗ്രസ് എം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. മത്സരിച്ച 12 സീറ്റുകളിൽ 5 മാത്രമാണ് ജയിക്കാനായത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലായിൽ ജോസ് കെ മാണി നേരിട്ട പരാജയം വലിയൊരു പാഠമായിരുന്നു. CPM വോട്ടുകൾ കേരള കോൺഗ്രസിലേക്ക് കൃത്യമായി കൈമാറപ്പെടുന്നില്ലെന്ന ആക്ഷേപം അന്ന് മുതൽ പാർട്ടിക്കുള്ളിലുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ LDFനൊപ്പം തുടർന്നാൽ അത് പാർട്ടിയുടെ നാശത്തിന് വഴിവെക്കുമെന്ന് ഒരു വിഭാഗം MLA-മാരും ഭയപ്പെടുന്നു. ഫെബ്രുവരിയിൽ നടക്കുന്ന LDF മേഖലാ ജാഥയുടെ നായക സ്ഥാനത്ത് നിന്നും ജോസ് കെ മാണിയെ മാറ്റി N ജയരാജനെ പരിഗണിക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് മറ്റ് ജാഥകൾ നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി പിന്മാറുന്നത് ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ക്ഷീണമാകും. പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുമുണ്ട്. ഫെബ്രുവരി 16 ചേരുന്ന നേതൃത്വ യോഗം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തേക്കും. UDFിലേക്ക് മടങ്ങാൻ പാർട്ടി ആഗ്രഹിച്ചാലും ചില സാങ്കേതിക തടസ്സങ്ങൾ മുന്നിലുണ്ട്. ജോസ് കെ മാണി തിരിച്ചെത്തിയാൽ ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ കുറയുമെന്നത് വലിയ തർക്കത്തിന് കാരണമാകും. കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ച മാണി വിഭാഗത്തിന് എത്ര സീറ്റുകൾ കോൺഗ്രസ് വിട്ടു നൽകുമെന്നത് നിർണായകമാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുന്നണി മാറുന്നത് അധികാരത്തോടുള്ള ആർത്തിയായി ജനങ്ങൾ കാണുമോ എന്ന ഭയവും ചില നേതാക്കൾക്കുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടും നിർണായകമാണ്. സമുദായങ്ങളുടെ പിന്തുണയും ഭരണവിരുദ്ധ തരംഗവും കണക്കിലെടുത്ത് UDFിലേക്ക് ചേക്കേറാൻ ജോസ് കെ മാണി തയ്യാറായാൽ അത് LDFിന്റെ തുടർഭരണ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാകും. മധ്യ തിരുവിതാംകൂറിൽ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതോടെ UDFന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഓരോ രാഷ്ട്രീയ ചലനങ്ങളും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്നവയായിരിക്കും. കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങുന്നത് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ രാഷ്ട്രീയ ചരിത്രത്തെയും സീറ്റ് വിഭജനത്തെയും സങ്കീർണമാക്കുമെന്നതിലും സംശയമില്ല. നിലവിൽ UDFിലുള്ള PJ ജോസഫ് വിഭാഗവും തിരിച്ചെത്തുന്ന ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും ഈ ജില്ലകളിൽ ദൃശ്യമാവുക. കോട്ടയത്താണ് ഏറ്റവും വലിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ തുടങ്ങിയ സീറ്റുകളിൽ ഇരു വിഭാഗങ്ങളും നേർക്കുനേർ മത്സരിച്ചവരാണ്. മാണി ഗ്രൂപ്പ് മടങ്ങി വരുമ്പോൾ തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ കടുത്തുരുത്തി വിട്ടു നൽകാൻ ജോസഫ് വിഭാഗം തയ്യാറാകില്ല. അതുപോലെ ജോസ് കെ മാണിക്ക് തന്നെ തട്ടകമായ പാല തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത് കോൺഗ്രസിനും വലിയ തലവേദനയാകും. മാണി ഗ്രൂപ്പിന് കൂടുതൽ സീറ്റുകൾ നൽകിയാൽ ജോസഫ് വിഭാഗം ദുർബലമാകും. ഇത് മുന്നണിക്കുള്ളിൽ ആഭ്യന്തര കലഹത്തിന് കാരണമായേക്കാം. ഇടുക്കിയിലും സമാനമായ വെല്ലുവിളികളുണ്ട്. തൊടുപുഴ ജോസഫിന്റെ കോട്ടയാണെങ്കിൽ ഇടുക്കി സീറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിലവിൽ MLA. റോഷി അഗസ്റ്റിൻ UDF സ്ഥാനാർത്ഥിയായി വന്നാൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ജോസഫ് വിഭാഗം നേതാക്കൾക്ക് സീറ്റ് നഷ്ടമാകും. പീരുമേട്, ഉടുമ്പൻചോല
സീറ്റുകൾക്കായി ഇരു വിഭാഗങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ സീറ്റുകളെയും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ പഴയ കേരള കോൺഗ്രസ് തർക്കങ്ങൾ UDF-ൽ ഉള്ളിലേക്ക് വീണ്ടും ചേക്കേറുകയാണ്. സീറ്റുകൾ തുല്യമായി വിഭജിക്കുക എന്നത് VD സതീശനും സംഘത്തിനും അഗ്നി പരീക്ഷയായിരിക്കും. രണ്ട് കേരള കോൺഗ്രസുകളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭരണം പിടിക്കുക എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്.